എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സാക്ഷാൽ കൈഡോ അവനാണെങ്കിൽ ലൂഫിയെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ബോധം പോയ ലൂഫി അവൻ അങ്ങനെ എയറിലൂടെ ഫ്ലൈ ചെയ്ത് കടലിലേക്ക് അടിച്ചു വീഴും. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും അവന്റെ പക അടങ്ങില്ല. മാത്രമല്ല ആ സുപ്രീം പവർ അത് ലൂഫിക്ക് കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് അവനാണെങ്കിൽ കുറച്ച് അസൂയയും കുശുമ്പും ദേഷ്യമൊക്കെ ലൂഫിയോട് തോന്നും. നിനക്ക് എന്ത് പവർ കിട്ടിയിട്ടും യാതൊരു കാര്യമില്ല. നീ ഒരു മണ്ടനാണ്, ചെറിയൊരു കുട്ടിയാണ്, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മെയിൻ ആയിട്ടുള്ള ആളെ ഞാൻ തകർത്തു, ഇനി ബാക്കിയുള്ളവരെ സിമ്പിളായിട്ട് എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ അട്ടഹസിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ കടലിലേക്ക് അടിച്ചു വീഴും. പതിയെ പതിയെ അവൻ കടലിന്റെ ആഴങ്ങളിലേക്ക് അങ്ങനെ പോവാണ്. കൈഡോയ്ക്കാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. ഇനിയുള്ളത് സാമുറായ്സും ലൂഫിയുടെ അസിസ്റ്റൻസും കുറച്ച് ചോട്ടോ മോട്ടോ വില്ലന്മാർ മാത്രമാണ്. അവരെയൊക്കെ സിമ്പിളായിട്ട് എനിക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയും. ഓൾറെഡി അക്കസായി 9 ടീമിനെ ഞാൻ തല്ലി പഞ്ചറാക്കിയതാണ്. സോ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബിഗ് മോം ഫുൾ കലിപ്പില് ആ ക്ലൗഡ് മാനോട് സംസാരിക്കുന്ന ഗ്യാപ്പില് ഉസോപ്പും നാമിയും വയലറ്റ് പെണ്ണും ഒരു 3 പേരും അവിടുന്ന് എസ്കേപ്പായി അങ്ങനെ ഓടി ദൂരേക്ക് പോവാണ്. ബിഗ് മോം ആണെങ്കിൽ ആ ക്ലൗഡിനോട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവർ നോട്ടീസ് ചെയ്യില്ല. ഇവിടെ ക്ലൗഡ് മാൻ ആണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനോട് കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിക്കരുത്, സത്യമായിട്ടും അമ്മയ്ക്ക് എന്നെ വേണ്ടേ. അത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാവരും അവനെ പരിഹസിക്കുകയാണ്. ആ സൺ പവറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ദേഷ്യപ്പെട്ട് പറയും ബിഗ് മോമിന് ആവശ്യമുള്ള സമയത്ത് നീ അവരെ ഹെൽപ്പ് ചെയ്തില്ല, അവരെ രക്ഷിച്ചില്ല. മാത്രമല്ല നീ മറ്റുള്ളവരുടെ കൂട്ടുകൂടി അവരെ ഹെൽപ്പ് ചെയ്തു. നിനക്കിനി ബിഗ് മോമിന്റെ അസിസ്റ്റന്റ് ആയിട്ട് തുടരാനായിട്ട് യാതൊരു യോഗ്യതയില്ല. അത് കേട്ട് അവൻ ഒരുപാട് വിഷമത്തിൽ നിൽക്കുകയാണ്. പക്ഷെ അവന്റെ ഇമോഷൻസ് ബിഗ് മോം പോലും മൈൻഡ് ചെയ്യാതെ അവനെ നോക്കി അങ്ങനെ ടെററായിട്ട് പല്ല് കാട്ടിക്കുകയാണ്. ബിഗ് മോം മാത്രമല്ല അവിടെയുള്ള എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി ഇൻസൾട്ട് ചെയ്ത് കളിയാക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അവൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ലേഡി ക്ലൗഡിനോട് അവനെ ഭക്ഷിക്കാനായിട്ട് പറയും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവനെ ഭക്ഷിക്കുകയാണെങ്കിൽ അവന്റെ പവറും അവൾക്ക് ലഭിച്ച് അവൾ മോർ പവർഫുള്ളായി മാറും. അവൾ ഞൊട്ടിയ ഇടയിൽ ഇപ്പോൾ ആ ക്ലൗഡ് മാനെ കടിച്ചു പറിക്കുകയാണ്. അവൻ വേദനയിൽ നിലവിളിക്കും, മമ്മ പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യരുത്, എന്നോട് ഇത്തരം ഒരു ക്രൂരത കാണിക്കരുത്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അവൻ കെഞ്ചുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നാമി അവള് ആ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഒരുപാട് വിഷമത്തിൽ ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. ഇവിടെ ഗേൾ ക്ലൗഡ് ആണെങ്കിൽ അവനെ കടിച്ചു പറിച്ച് തിന്നാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ ടേൺ ചെയ്യാണ്. അവളാണെങ്കിൽ നമ്മുടെ വയലറ്റ് പെണ്ണിനെ അവളെ തൂക്കിയെടുത്ത് സേഫാക്കി ഒരു സ്ഥലത്തിരുത്തും. ഇവരുടെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല, ഇവരെല്ലാവരും ബാഡാണെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരികെയാണ്. നാമിയും ഉസോപ്പും അവർ രണ്ടുപേരും ബിഗ് മോമിനെ കണ്ട് പേടിച്ചോടുകയാണ്. വയലറ്റ് പെണ്ണാണെങ്കിൽ ബിഗ് മോമിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് അവരെ ഒന്നും ചെയ്യരുത്, അവരെന്റെ ഫ്രണ്ട്സ് ആണ്, അവരെന്നെ ഹെൽപ്പ് മാത്രമാണ് ചെയ്തതെന്ന് പറയും. പക്ഷേ ബിഗ് മോം ആണെങ്കിൽ തീർത്തു പറയും, ഇവര് ആ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീമാണ്, ഒരു കാരണവശാലും ഇവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ ഓടും. വയലറ്റ് പെണ്ണ് ബിഗ് മോമിനെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കും. പക്ഷേ ബിഗ് മോമിന് അത് ഫീല് പോലും ചെയ്യില്ല. അടുത്ത നിമിഷം ക്ലൗഡ് മാൻ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഇപ്പൊ ക്ലൗഡ് ഗേളിനെ അവളെ തട്ടിത്തെറിപ്പിച്ച് നാമിയുടെ അടുത്തേക്ക് വരികയാണ്. അവൻ ഉച്ചത്തിൽ നാമിയുടെ പേര് വിളിക്കും. നാമിയാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ആ ഒരു സമയം ബിഗ് മോമിനെ പേടിച്ച് മനസ്സില്ലാ മനസ്സോട് കൂടെയാണ് അവൻ നാമിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. പക്ഷെ അവളാണെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യില്ല. അതാണെങ്കിൽ അവളുടെ പിന്നാലെ വന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്യും, ഇതിൽ ഞാനൊരു പേടിത്തൊണ്ടനാണ്, അതുകൊണ്ടാണ് ബിഗ് മോമിനെ പേടിച്ച് ഞാൻ നിന്നെ വിട്ട് പോയതും നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും, എന്നോട് ദയവ് ചെയ്ത് നീ ക്ഷമിക്കണം, എനിക്ക് മരിക്കാൻ യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നാമിയോട് റിക്വസ്റ്റ് ചെയ്യാണ്. അതേസമയം ആ ഗേൾ ക്ലൗഡ് ആണെങ്കിൽ പിന്നാലെ വന്ന് അവനെ കടിച്ചു പറിച്ചുകൊണ്ടേയിരിക്കും. ക്ലൗഡ് മാൻ ആണെങ്കിൽ ഇപ്പൊ നാമിയോട് പറയും, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, ബിഗ് മോമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫ്ലൈ ചെയ്ത് ബിഗ് മോമിനെ നേരെ വരും. ബിഗ് മോം ടെററായിട്ട് അവനെ അങ്ങനെ പിടിച്ച് കയ്യിൽ വെച്ച് ചുരുട്ടുകയാണ്. നാമിയാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ആ ഗ്യാപ്പിൽ ഉസോപ്പ് ഇപ്പൊ വയലറ്റ് പെണ്ണിനെ അവളെ തൂക്കിയെടുത്ത് ഇന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറാനായിട്ട് ശ്രമിക്കും. ബിഗ് മോം ആണെങ്കിൽ അവനെ വീണ്ടും വീണ്ടും കയ്യിലിട്ട് ചുരുട്ടി കൂട്ടിയെടുത്ത് മുഴുവനായിട്ടും അവനെ അൺകോൺഷ്യസ് ആക്കി മാറ്റുകയാണ്. അതിനുശേഷം അവനെ ആ ക്ലൗഡ് ലേഡിക്ക് ഇട്ടുകൊടുക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനെ തിന്നാനായിട്ട് തുറന്നു നിൽക്കും. നാമിക്ക് അത് കണ്ട് സഹിക്കില്ല. ഞൊട്ടിയിടയിൽ ബ്ലാക്ക് ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് ക്ലൗഡ് മാന് കൊടുക്കും. പക്ഷെ അവൻ അൺകോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അവനത് കഴിക്കില്ല. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ക്ലൗഡ് ലേഡി അവളാണെങ്കിൽ ഇപ്പോ അവനെ കടിച്ചു പറിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ചോപ്പർ അവനാണെങ്കിൽ ഇപ്പോ ആ ക്വീനെ പിടിച്ചു വലിച്ച് തല്ലി താഴെയിടാണ്.
ക്വീൻ്റെ അസിസ്റ്റൻസിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ചോപ്പറിന്റെ പേരൊക്കെ ഉച്ചത്തിൽ വിളിച്ച് അവന് ചേറിയാണ്. ഉടനെ ക്വീൻ അങ്ങനെ ടെററായിട്ട് ചാടി എഴുന്നേക്കും. ഒരൊറ്റ അടി എന്നെ അവൻ അടിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് സന്തോഷമായോ? നിങ്ങളുടെ ക്യാപ്റ്റനായിരുന്നു അല്പം മുൻപ് വരെ ഞാൻ. ഇപ്പോൾ നിങ്ങൾ ഞൊടിയിടയിൽ കാലുമാറിയല്ലേ? പക്ഷെ ഒരു കാരണവശാലും നിങ്ങളും തുക്കട ഡോക്ടറും ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അവനത് പറയേണ്ട താമസം പരസ്പരം. അവനാണെങ്കിൽ ചുറ്റുമുണ്ടായിരുന്ന ക്വീൻ്റെ അസിസ്റ്റൻസിനെ ആരോ അയച്ച് തകർക്കുകയാണ്. അതുകൊണ്ട് ചോപ്പറാണെങ്കിൽ വിളിച്ചു പറയും, എല്ലാവരും അടുത്തുള്ള മരങ്ങളുടെയോ എന്തെങ്കിലും ഒബ്ജക്റ്റുകളുടെ പുറകിൽ പോയി ഒളിച്ചിരിക്കുക. അത് ക്യാൻഡി ആരോ ആണ്. അവനത് ഉപയോഗിച്ച് നിങ്ങൾ അറ്റാക്ക് ചെയ്യും. ഇവിടെ ക്വീനാണെങ്കിൽ പരസ്പരം അവനെ സഹായിക്കുന്ന ഒട്ടും ഇഷ്ടാവില്ല. എനിക്ക് നിന്റെ സഹായം ഒന്നും ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് കടന്നു പോകും ആണെങ്കിൽ അത് കേട്ട് ക്യാഷ്ലായിട്ട് ചിരിക്കും. നിനക്ക് വേണ്ടിയല്ല, കൈഡോയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണേ. സോ ഞാനിത് തന്നെ ചെയ്യും. പരസ്പരമാണെങ്കിൽ ബഞ്ച് ഓഫ് ആരോസ് അത് ഒറ്റയടിക്ക് അവന്റെ ആ വില്ലിൽ എയിം ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പാനിക്കായിട്ട് ഓരോ ഭാഗത്തേക്ക് ഒളിക്കാനായിട്ട് പോവാണ്. പക്ഷെ അപ്പോഴേക്കും ആരോസ് അതങ്ങനെ ചന്നം ഭിന്നം തെറിച്ച് അവിടെയുള്ള പകുതി പേരുടെയും ജീവൻ അതങ്ങനെ നഷ്ടപ്പെട്ട് അവർ താഴേക്ക് വീഴാണ്. ചോപ്പറിനാണെങ്കിൽ അത് സഹിക്കില്ല. കാരണം അവന്റെ പോലും ജീവൻ പണയപ്പെടുത്തി ഇന്ത്യയിലോട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും സേവ് ചെയ്തതാണ്. സോ അങ്ങനെയുള്ള അവരെയാണ് ഇപ്പൊ പരസ്പരം നശിപ്പിച്ചത്. എന്റെ നേർക്കും ഏതാനും ചില അമ്പുകൾ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരും. ക്വീൻ ആണെങ്കിൽ അത് ഹായ് ആയിട്ട് തട്ടി മാറ്റും. പരസ്പരയ്ക്കാണെങ്കിൽ ഒരുപാട് പേരുടെ കാറ്റ് പോയത് കണ്ട് ഭയങ്കര സന്തോഷം. അവൻ വീണ്ടും അമ്പുകളെടുത്ത് എയിം ചെയ്യാൻ തയ്യാറാവുകയാണ്. ഇനിയും പകുതി പേര് ബാക്കിയുണ്ട്, അവരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ എയിം ചെയ്യും. ഒപ്പറിനാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. അവന്റെ ദേഷ്യം അതങ്ങനെ മടങ്ങായിട്ട് മാറുകയാണ്. മാത്രമല്ല ആ പരസ്പരം അയച്ചതിൽ കുറെ അമ്പുകൾ ഇപ്പൊ ചോപ്പറിന്റെ ദേഹത്തും കുത്തി കയറിയിരിക്കുകയാണ്. ചോപ്പർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ക്വീൻ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ചോപ്പറിനെ ലക്ഷ്യമാക്കി ഓടി വരും. അവനങ്ങനെ വരെ ചോപ്പർ റെഡിയായിട്ട് നിൽക്കും. അവൻ ക്ലോസ് എത്തേണ്ട താമസം ചോപ്പർ അവന്റെ കഴുത്ത് പിടിച്ച് ഉയർത്തിയെടുത്ത് നേലത്ത് അറഞ്ചം പുറഞ്ച അടിച്ച് ദൂരേക്ക് വലിച്ചെറിയാണ്. അത് കണ്ട് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടും. ആക്ച്വലി നമ്മുടെ ക്വീനിനെ കഴിഞ്ഞും പവർ ചോപ്പറിനാണ്. പക്ഷെ ക്വീനാണെങ്കിൽ അപ്പോഴും കാര്യമായിട്ട് പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അവൻ ഒരു ടെററായിട്ടുള്ള നല്ല തൊലിക്കട്ടിയുള്ള ഒരു ഡൈനോസറാണ്. അവൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. പരസ്പരമാണെങ്കിൽ ഇപ്പോ ചോപ്പറിന് തന്നെയായിരിക്കും ലക്ഷ്യമിട്ട് നിൽക്കുക. അവനാണെങ്കിൽ ആരോസ് ഇപ്പൊ ചോപ്പറിന് നേരെ ടേൺ ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവരുടെ മകള് അവളാണെങ്കിൽ ആ വില്ലന്മാരുടെ ഇടയിലൂടെ മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. അവൾ ക്രിയേറ്റ് ചെയ്ത ആ പാവയെ അവൾ തൂക്കി കാണിക്കും. ഇല്ലാത്ത തല, മെലിഞ്ഞ ഉടല്, അതെ ഇത് തന്നെയാണ് മൊമന്റോസ്കി എന്ന് പറഞ്ഞ് ആ വിഡ്ഢികളാണെങ്കിൽ ഇപ്പൊ അവളെ ഫോളോ ചെയ്യും. സത്യത്തിൽ ഇത്രയും മണ്ടന്മാരാണ് ഓടന്റെ അസിസ്റ്റൻസ് എന്ന് ഞാൻ കരുതിയതല്ല. വില്ലന്മാരെല്ലാവരും അത് മൊമന്റോസ്കി ആണെന്ന് കരുതി അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അവളാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെപ്പൻ ഇത് പുറത്തേക്ക് എടുത്ത് വിളിച്ചു പറയും, ഞാനാണ് സാക്ഷാൽ ഓടൻ, മൊമന്റോസ്കിയുടെ പപ്പ. ഒരു കാരണവശാലും അവനെ ആർക്കും വിട്ടുതരില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കറങ്ങി അവരെ എല്ലാവരെയും അട്ടിച്ച് തെറിപ്പിച്ച് അങ്ങനെ തൂഫാനാക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൊമന്റോസ്കി അവനാണെങ്കിൽ അവന്റെ പപ്പയുടെ ബുക്ക് അതൊന്നൊന്നായിട്ട് വായിക്കും. ഓടൻ അവൻ എങ്ങനെയെല്ലാം ഐലാൻഡിൽ ജീവിച്ചു, അതിനുശേഷം വൈറ്റ് ബിയർഡിനെ കണ്ടുമുട്ടിയത്, പിന്നീട് ടൊക്കിയെ കണ്ടുമുട്ടിയത്, ബിയർഡിന്റെ കപ്പലിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തത്, അതിനുശേഷം റോജറിനെ കണ്ടുമുട്ടിയത്, റോജറിന്റെ കപ്പലിലേക്ക് മാറിയത്, അവിടുന്ന് ഫോണോഗ്ലിഫ് കണ്ടെത്തിയത്, എന്റെ ഐലാൻഡിലേക്ക് പോയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ വായിച്ച് മനസ്സിലാക്കുകയാണ്. ആ ബുക്ക് മുഴുവനായിട്ടും വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വല്ലാത്തൊരു ഷോക്ക്. അത്രയും സമയം കൈഡോയെ കൊന്നതിന് ശേഷം എനിക്ക് മരിച്ചു പോവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല എന്ന് കരുതിയ മൊമന്റോസ്കി അവനാണെങ്കിൽ അവന്റെ തീരുമാനങ്ങൾ മാറ്റും. തനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ലൈഫ് അത് ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന അടുത്ത നിമിഷം അവന്റെ തലയ്ക്ക് വല്ലാത്തൊരു പെയിൻ അനുഭവപ്പെട്ട് അവൻ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഒറ്റക്കണ്ണൻ സൈബോർക്ക് അവനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അത് കൈഡോയെ അറിയിക്കും. കട്ട് ചെയ്ത ആ ക്ലൗഡ് ലേഡി ആണെങ്കിൽ ഇപ്പൊ ക്ലൗഡ് മെന്നിനെ അവനെ മുഴുവനായിട്ടും ഭക്ഷിച്ചു. ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാർ ഉഷാറായിട്ട് ഓടും. അവരോടൊപ്പം തന്നെ ആ വയലറ്റ് പെണ്ണ് അവൾ ഓടുന്നത് കണ്ട ബിഗ് മോം ഇപ്പൊ അവളെ വിളിക്കും. ഒരു കാരണവശാലും നീ അവരോടൊപ്പം പോവാൻ പാടില്ല, അവരൊക്കെ ബാഡാണ്, നീ എന്നോടൊപ്പം നിൽക്കണം. പക്ഷെ വയലറ്റ് ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് ഓടുകയാണ്. അടുത്ത നിമിഷം ബിഗ് മോം ടെററായി അവളുടെ സ്ക്വാഡ് പുറത്തെടുക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ സ്ക്വാഡ് കണ്ട് ഞെട്ടും. അടുത്ത നിമിഷം അവൾ ആ സ്ക്വാഡ് ആഞ്ഞു വീശുകയാണ്. എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് സ്കിഡ് അവനവിടേക്ക് ചാടി വീണ് ബിഗ് മോമിനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റയാട്ടി. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് ഇന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ആവശ്യപ്പെടും. യൂസ്ട്രസിനെ കണ്ട് അവരെല്ലാവരും ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.